ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ ഇന്ന് എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു വരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് പഠിച്ചൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം പക്ഷേ കുറേ പേര് അതിനകത്ത് നിന്ന് ഡൗൺ ആയിരിക്കുകയും ഒക്കെ ചെയ്യുവാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് എഫോർട്ട് എടുത്ത് പഠിച്ചവർ, അതായത് കഴിഞ്ഞ പ്രാവശ്യം LDC കിട്ടാത്തവർ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതെങ്കിലും ഒരു എക്സാംസ് എഴുതിയിട്ട് അതിനകത്തൊന്നും ആ എക്സാമിൻ്റെ ഹാങ് ഓവറിൽ നിന്നും കര കയറി വന്ന് നന്നായിട്ട് വീണ്ടും പഠിച്ച് ഇതേപോലെ വന്നവർക്ക് സന്തോഷിക്കാനുള്ള കിട്ടുന്നൊരു സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ഈ LDCയുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം അങ്ങനെ നന്നായിട്ട് എക്സാം എഴുതിയവർക്ക് സന്തോഷിക്കാനുള്ള സമയമാണ്. PSC ഇത്രയും വേഗം കാര്യങ്ങൾ നീക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നല്ല ഇതാണ് കേട്ടോ. കാരണം പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമല്ലോ. നമ്മളിങ്ങനെ ഡിലേ ഇട്ട് ഇഴയ്ക്കുന്നില്ല. കാരണം ഈ 2025 ജൂലൈ 31 കൂടിയിട്ട് നമ്മുടെ LDCയുടെ ലിസ്റ്റിൻ്റെ കാലാവധി തീരുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു 2025 ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സാധ്യതാ പട്ടികയൊക്കെ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും വിളിക്കാം. എങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അപ്പം എന്താണെങ്കിലും കാരണം അവർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം, മെയിൻ ലിസ്റ്റ് വരണ്ടായതുകൊണ്ട് അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത വരുമ്പോഴത്തേക്കും സന്തോഷമുള്ളവരും കാണും, വിഷമമുള്ളവരും കാണും. പക്ഷേ എനിക്ക് വിഷമമുള്ളവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ സന്തോഷിക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്കറിയൂ? ഈ സന്തോഷിക്കുന്നവർ ഈ കഴിഞ്ഞ ഒരു എക്സാമിന് വിഷമിച്ചിരുന്നവരായിരിക്കും ഈ പ്രാവശ്യത്തെ എക്സാമിന് സന്തോഷിക്കുന്നത് കേട്ടോ. പക്ഷെ കാലങ്ങൾ നമുക്കിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒന്നും പോകുന്ന നമ്മൾ അറിയുന്നേയില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ അതായത് ഈ LDCയുടെ മുന്നത്തെ LDCയുടെ മുന്നത്തെ LDC അല്ലെങ്കിൽ VFA ഒക്കെ പോലുള്ള എക്സാംസ്, അപ്പം അതിനകത്തൊക്കെ ലിസ്റ്റിൽ വരാതെ, അതായത് ഭയങ്കര ഫ്ലോപ്പായി പോയിട്ട് ലിസ്റ്റിലൊന്നും വരാതെ ഭയങ്കര വിഷമിച്ച് അത് പഠിച്ചിട്ട് വിഷമിച്ചിരുന്നിട്ട് പിന്നെ ആ വിഷമത്തിൽ നിന്ന് റിക്കവറായി നെക്സ്റ്റ് ഒരു എക്സാം വന്നപ്പോഴത്തേക്കും അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അവർ ആ ഒരു കടമ്പ മറികടന്ന് നന്നായിട്ട് എഫോർട്ട് എടുത്ത് നെക്സ്റ്റ് എക്സാം പ്രിപ്പയർ ചെയ്തത് കൊണ്ടാണ് അവരിപ്പോൾ ഇരുന്ന് സന്തോഷിക്കുന്നത്. അപ്പോൾ അന്നേരം നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? നമുക്കിതൊരു പാഠമാണ്. ഈ വിഷമിച്ചിരിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ്. ഇനി ഈ എക്സാം നമ്മളിങ്ങനെ ഡെസ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഈ എക്സാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഡെസ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാമിന് എന്ത് ചെയ്യും? നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതെയാവും. അപ്പം നമുക്ക് അവിടെയും സന്തോഷിക്കാനുള്ളൊരു സ്കോപ്പില്ല. അപ്പം നമുക്ക് ഈ എക്സാം കഴിഞ്ഞിട്ട് ഫ്ലോപ്പായിട്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണിത് കേട്ടോ. നിങ്ങൾക്ക് തരുന്ന ഈ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്ന കുറേ കുട്ടികളെയൊക്കെ നമ്മൾ കാണും, നമ്മുടെ ചുറ്റിനും വരും. അങ്ങനെ കുറേ ഇൻ്റർവ്യൂസും ഇതും എല്ലാം നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ എല്ലാവരും, ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി എന്തോന്ന് അറിയില്ല, എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വാർത്തയൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ടെൻഷനൊക്കെ ഉണ്ട്. എങ്കിലും അപ്പം എന്താണെങ്കിലും അത് നമ്മുടെ വഴിക്ക് വിട്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. എക്സാം എഴുതി കഴിഞ്ഞു, വിട്ടു. അപ്പോൾ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പം ഈ ഒരു ഈ എക്സാം എഴുതിയിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഡൗൺ ആയിട്ടിരുന്നിട്ട് പിന്നെയാണ് അടുത്ത എക്സാം വന്നപ്പോഴത്തേക്കും നന്നായിട്ട് പഠിച്ച് എനിക്കിത് അത് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ വിട്ടു കൊടുക്കാൻ തയ്യാറല്ല, എനിക്ക് നെക്സ്റ്റ് ഈ അടുത്ത എക്സാം എനിക്ക് ക്രാക്ക് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് ഇറങ്ങിയവരാണ് ഇപ്പം സന്തോഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള പാഠമാണ്, ഈ എക്സാമിന് നിങ്ങൾ
ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത എക്സാമിൽ എനിക്ക് നേടിയേ പറ്റൂ, ഇതെങ്ങനെയും പോയി ഇനി അടുത്ത എക്സാം എനിക്ക് നേടിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുൾ എഫോർട്ട് ഇട്ട് ഇറങ്ങുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആ എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്കിങ്ങനെ എന്താണ് വെരിഫൈഡ് ഗ്രൂപ്പിലൊക്കെ ചേരാനും നമുക്ക് സന്തോഷിക്കാനും ഒക്കെ പറ്റും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു സമയമാണ്. നമ്മളൊരു കട്ട് ഓഫ് മാർക്കിനൊക്കെ കുറച്ച് ഉയരത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു എന്തൊരു സന്തോഷമാണ്. അപ്പം ആ ഒരു സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു കടമ്പ കടന്ന്, ഈ ഒരു എക്സാം ഫ്ലോപ്പായി പോയതിൻ്റെ ആ ഒരു കടമ്പ കടന്ന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം അങ്ങ് പ്രിപ്പയർ ചെയ്യണം. അതായത് ഇതൊരു ഓളമായിരിക്കും. ഇനി ഈ ഒരു LDCയുടെ ഈ ഒരു LDCയുടെ റിസൾട്ടൊക്കെ വന്ന് കുറേ കുട്ടികൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയും ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ പോകരുത്. ദയവ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ കൂടെ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് എന്താണ്, നിങ്ങൾ എന്താണ് എയിം ചെയ്തിരിക്കുന്നത്, ആ ഒരു എയിമിൽ നിങ്ങൾ പിടിച്ച് നിൽക്കുക. കാരണം ഇത് പ്രിലിംസ് എക്സാം മാത്രമേ ആവുന്നുള്ളൂ. ഈ പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ചാണ് ഫോളോ ചെയ്ത് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരുപാട് പ്രാവശ്യം നിങ്ങൾ റിവിഷൻ, ഇപ്പം തന്നെ CRT 2ാമത്തെ റിവിഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരുപാട് റിവിഷൻസ് ക്ലിയർ ചെയ്ത് പോവും. അന്നേരം എന്താണ് ഈ എക്സാമുകൾക്കെല്ലാം ഒരു ടോക്കിനൊന്നും നിങ്ങൾ സമയം കൊടുക്കാതെ നിങ്ങളുടെ എയിം എന്താണോ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ചുറ്റിനും നടക്കുന്നതൊന്നും നമ്മളെ ബാധിക്കുകയേ ചെയ്യരുത്. നമ്മുടെ എയിം എന്താണോ അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ ഇങ്ങനെ ഓരോരുത്തരുടെ പിന്നെയും വിഷമിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ കൊടുക്കരുത്. നമ്മുടെ മൂഡ് ഓഫ് ആവാനുള്ള സാഹചര്യം നമ്മൾ കൊടുക്കരുത് കേട്ടോ. അപ്പം നിങ്ങൾ പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എന്തായാലും നല്ല കാര്യമാണ് നടക്കുന്നത്. എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. ഞാൻ ഡെസ്പായിട്ടിരിക്കുന്നവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നെക്സ്റ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. നെക്സ്റ്റ് എക്സാം നിങ്ങൾ വിജയിച്ചിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു കടമ്പ കഴിഞ്ഞ് നിങ്ങളത് ക്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് തന്നെ ഇറങ്ങണം. എങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇടയ്ക്ക് വെച്ച് ഫ്ലോപ്പ് ആവരുത് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് എക്സാം എഴുതണം. നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്സ് ഒന്നും വരാതെ നമ്മൾ ഫുൾ കോൺഫിഡൻറ്റോട് കൂടി പോയിട്ട് എക്സാം എഴുതാൻ പറ്റണം. ഓക്കെ, നമുക്ക് കട്ട് ഓഫ് മാർക്ക് കടന്ന് നമുക്ക് പ്രിലിംസ് പാസ്സായി മെയിൻസ് പാസ്സാവണം. അപ്പോൾ അതാണ് നമ്മുടെ ടാർഗറ്റ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം 10th പ്രിലിംസിനാണ് പഠിക്കുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊന്നും അല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു എക്സാമും ഇനി വരാൻ കിടക്കുവാണ്. അപ്പോൾ ഇത് പാസ്സായിട്ട് വേണം അതിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി അതിൻ്റെ അടുത്ത് മെയിൻസ് വരുന്നുണ്ട്, ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ പ്രയോജനപ്പെടുത്തുക കേട്ടോ. പ്രയോജനപ്പെടുത്തില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു വർഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2026 എന്ന് പറയുന്നത് നിയമസഭാ ഇലക്ഷനൊക്കെ വരുവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ആ സർക്കാരിന് നമ്മുടെ കുറേ പേരെ മിക്കവാറും ഉള്ളവർക്കൊക്കെ ഇനി അടുത്ത ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ കുറേ പേരെ എടുക്കാറുണ്ട്. ലിസ്റ്റിനകത്തു നിന്നൊക്കെ കുറേ പേരെ എടുക്കാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2024-ലും 25-ലും 26-ലും ഒക്കെ ഒരുപാട് ഈ റിട്ടയർമെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പം അങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് എൻ്റെയും തോന്നൽ. എന്തായാലും എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ വിടുക. പിന്നെ തരുന്നതും തരാത്തതും എല്ലാം നമ്മുടെ ഇതാണ്. അപ്പം അതങ്ങനെ അതിൻ്റെ വഴിക്ക് തന്നെ നടന്നോട്ടെ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധേടാവണ്ട. പല റൂമേഴ്സ് വരും, അതിലൊന്നും നമ്മൾ വീഴണ്ട. ഓക്കെ, അത് കാര്യങ്ങൾ വരുമ്പം നമ്മൾ അതേപോലെ തന്നെ അതായത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തായാലും മെസ്സേജ് വരും, നമുക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ. അല്ലാതെ നമ്മൾ ഈ റൂമേഴ്സിൻ്റെ ഒന്നും പുറമേ നമ്മൾ പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എക്സാം ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് റാങ്ക് പുറകിലായാലും നെക്സ്റ്റ് എക്സാമിന് എനിക്ക് റാങ്ക്
ഏറ്റവും ഫ്രണ്ടിൽ കയറാൻ പറ്റും. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ഫ്രണ്ടിൽ കയറാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഫ്രണ്ടിൽ കയറണം എന്ന് വിചാരിച്ച് തന്നെ അങ്ങ് പഠിക്കണം കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതുപോലെ LP-UPയുടെ എക്സാം എഴുതിയിട്ട് ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് 2-3 പേരൊക്കെ എന്താണ് LP-UPയുടെ എക്സാം കഴിഞ്ഞിട്ട് വിഷമമായിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട്. അപ്പം അവരുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ. നെക്സ്റ്റ് എക്സാം എന്താണോ അതിന് നമ്മളിപ്പോൾ അങ്ങനെ ഒന്ന് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിഷമിച്ച് ഇന്ന് ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല, നമുക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. അപ്പം നമ്മളെ അതിനകത്തുനിന്ന് കരകയറ്റിക്കൊണ്ട് വരാൻ ആരും വരത്തില്ല. നമ്മൾ തന്നെ നമുക്ക് ഇനിഷ്യേറ്റീവായിട്ട് നമ്മളെ ഇറങ്ങിയേ പറ്റൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരിക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങളത് പ്രയോജനപ്പെടുത്തുക, മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ഈ നാളെ പഠിക്കാനുള്ളത് എന്താണ് ഇന്ത്യൻ ജോഗ്രഫിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. കാരണം വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ്സ് ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങളുടെ കമൻറ്റ്സ്, ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക കേട്ടോ. അപ്പം ഇതുപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോ ഡെയിലി ഞാൻ ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ഡേ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. കുറേ പേർക്കുള്ള ഡൗട്ടാണ് എവിടെ തൊട്ട് പഠിച്ച് തുടങ്ങണം എന്നൊക്കെ ഉള്ളത്. അപ്പം എന്താണ് ഡേ 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 സെക്ഷൻ ഇട്ടിട്ടുണ്ട്. അതായത് റാങ്ക് ഫെയിൽ പ്ലസ് SCRT റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഡേ 1 ഇട്ടിട്ടുണ്ട്. അവിടെ തൊട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത്. അതായത് ഡേ 17 വരെ ഒരു 17 ഡേയ്സ് ഞങ്ങൾ SCRT തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ SCRT സെക്കൻഡ് റൗണ്ടാണ് ഇപ്പം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ 17 ഡേയ്സ് നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല. സെക്കൻഡ് വന്നേ എന്താണ് റാങ്ക് ഫെയിൽ ആൻഡ് SCRT റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ 1 എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അങ്ങനെ ഡേ 2, ഡേ 3, ഡേ 4, ഡേ 6 ആയിട്ടേ ഉള്ളൂ ഇപ്പോൾ കേട്ടോ. അപ്പം നമ്മൾ കൂടെ വന്നവരൊക്കെ എന്തൊക്കെ പഠിച്ചെന്ന് നമ്മൾ നോക്കിക്കേ. അപ്പം ഇങ്ങനെ ഓരോ ദിവസം കടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇനി ഇപ്പോഴും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡേ 1 മുതൽ കണ്ടുവരിക. ഓക്കെ, ഡേ 1 മുതൽ കണ്ട് നിങ്ങൾ കറക്റ്റ് തീർത്ത് വരിക കേട്ടോ. അപ്പം മാക്സിമം അത് തീർക്കാൻ പറ്റിയ ഡേ 2 ഒരു ദിവസം തന്നെ ഡേ 1, ഡേ 2 കണ്ട് തീർക്കണം. അപ്പം പെട്ടെന്ന് നമുക്ക് തീർന്ന് എന്താണ് ഡേ 6 വരെ എത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടെ റിവിഷൻ വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും മാക്സിമം നമ്മൾ വരാൻ നോക്കൂ കേട്ടോ. അപ്പം തന്നെ 3 ടൈംസ് ആയി. അപ്പം നിങ്ങൾ എന്താണ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡേ 1 മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മതി. ഓരോ ദിവസവും ഞാൻ ഇതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇടുന്നുണ്ട്, ടൈം ടേബിൾ തരുന്നുണ്ട്, ടെലിഗ്രാമിനകത്ത് PDF ഷെയർ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താണ് ടൈം ടേബിളും അതിനകത്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആരെങ്കിലും ടെലിഗ്രാമിനകത്ത് ജോയിൻ ചെയ്യാനുള്ളവരാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം, അതിനകത്ത് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ PSC EC കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് നിങ്ങൾ പ്ലീസ് നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ നാളെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിക്കാനുള്ളത്. അപ്പം ഇന്ത്യൻ ജോഗ്രഫിയുടെ കേരള ജോഗ്രഫി നമ്മൾ കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും നമ്മൾ തീർത്തു. ഓക്കെ, ഇനി ഇന്ത്യൻ ജോഗ്രഫിയാണ്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് തീർത്തത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തീർത്തു, കേരള ഹിസ്റ്ററി തീർത്തു, കേരള ജോഗ്രഫി തീർത്തു. ഇനി ഇന്ത്യൻ ജോഗ്രഫിയാണ് എടുക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫിയുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ഓക്കെ, പിന്നെ അതിർത്തികളും അതിരുകളും, ഇത്രയാണ് റാങ്ക് ഫെയിലിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അപ്പം ഇതിനെ ഇങ്ങനെ തിരിച്ചിരിക്കുന്നു. അതായത് ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി പഠിക്കണം, അങ്ങനെ തീരസമതലങ്ങൾ പഠിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്, ഡിവിഷൻസ്. ഓക്കെ, അതെല്ലാം പഠിക്കണം. പിന്നെ എന്താണ് ഈ അതിരുകളും അതിർത്തികളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇന്ത്യൻ ജോഗ്രഫിയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിർത്തികൾ, എന്തൊക്കെ സ്റ്റേറ്റ്സ്, അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം പഠിക്കണം. പിന്നെ നദികളെല്ലാം ഫുൾ പഠിക്കണം കേട്ടോ, നദികളെല്ലാം പഠിക്കണം. അപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള മൊത്തം കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ 2 ചാപ്റ്ററേ തരുന്നുള്ളൂ. എന്താണ് ക്ലാസ് 5 ചാപ്റ്റർ 11 നമ്മുടെ ഇന്ത്യ. ഓക്കെ,
പിന്നെ ക്ലാസ് 7 ചാപ്റ്റർ 13 ഇന്ത്യയിലൂടെ. അപ്പോൾ ഈ 2 ചാപ്റ്ററേ തരുന്നുള്ളൂ. കാരണം ആ ഒരു റാങ്ക് ഫയലിൽ നിന്ന് കുറച്ച് കൂടുതൽ ടോപ്പിക് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ നദികളെല്ലാം നോക്കി വെച്ച് കാലാവസ്ഥയൊന്നും നോക്കണ്ട, ഇന്ത്യയുടെ കാലാവസ്ഥയും കൃഷിയൊന്നും നോക്കണ്ട, നിങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം. ഇന്ത്യൻ ജോഗ്രഫിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ച് സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പം അത്രയും ഭാഗം നിങ്ങൾ നോക്കുക. പിന്നെ ഞാനൊരു PDF കറണ്ട് അഫേഴ്സിൻ്റെ ഒരു PDF തരാം. സർക്കാർ പദ്ധതികളാണ്, കേരള സർക്കാരിൻ്റെ പദ്ധതികളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികളുടെ ഒരു PDF ആണ്. അപ്പം അതിൻ്റെ ഒരു 10 പേജസ് 1 to 10 പേജസ് പഠിക്കുക കേട്ടോ. പിന്നെ സമയവും ദൂരവും ഇന്നലെ പഠിക്കാനുള്ളത് തന്നെയാണ്. ഇന്നൂടെ ആകുമ്പോഴത്തേക്കും മാത്സ് നമ്മൾ തീർന്നു, എല്ലാ ടോപ്പിക്കും ഇട്ട് തീർന്നു. ഓക്കെ, പിന്നെ ഇനി വീണ്ടും അത് റിവിഷൻ വരാൻ പോവാണ് മാത്സിൻ്റെ കേട്ടോ. അപ്പോൾ കിട്ടാത്തവർക്ക് വീണ്ടും പഠിക്കാം. ഓക്കെ, മാത്സ് ഇപ്പോൾ 2ാമത്തെ തവണയാണ് റിവിഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ സർക്കാർ പദ്ധതികളെല്ലാം വൃത്തിയായിട്ട് നോക്കി പഠിച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നാളെ പഠിക്കാനുള്ളത്. അപ്പം നാളെ ഇത്രയും കാര്യങ്ങളെല്ലാം പഠിച്ച് സെറ്റായിട്ട് വരും കേട്ടോ. ഒരു എക്സ്ക്യൂസസും പറയരുത്, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ലക്ഷ്യം അത് തന്നെ. ഓക്കെ, നമ്മുടെ ലക്ഷ്യം നെക്സ്റ്റ് എക്സാം ഞാൻ എത്രമാത്രം സ്കോർ ചെയ്യുമോ അത്രയും ഞാൻ സ്കോർ ചെയ്യും. അപ്പം എന്താണ് അത്, ഏത് തരത്തിലുള്ള എക്സാം ആയാലും എന്ത് പ്രതിസന്ധികൾ എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ നേടും എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് തന്നെ ഇറങ്ങിക്കോളുക. അപ്പം ഇതേപോലെ ഇപ്പം എന്താണ് റിസൾട്ട് വരുമ്പം, അതായത് ഇപ്പം ഒരു ഇത് വന്നു എന്ന്, ഷോർട്ട് ലിസ്റ്റ് വന്നു എന്നൊക്കെ വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം അതേപോലെ നമുക്കും ആവാൻ പറ്റും. ഓക്കെ.